മനുഷ്യൻ വീട് മാറ്റുന്നു, വസ്ത്രം മാറ്റുന്നു, ബന്ധങ്ങൾ മാറ്റുന്നു. എന്നിട്ടും ദുഃഖിതനാണ്. കാരണം അവൻ അവൻ്റെ സ്വഭാവം മാറ്റുന്നില്ല. ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. 1, ആരോടും എല്ലാം തുറന്നു പറയരുത്. 2, ഒന്നാമത് പറഞ്ഞത് ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുക. നിങ്ങൾ സ്ഥിരമായി നൽകുന്ന പരിശ്രമത്തിൽ നിന്നാണ് വിജയം ഉണ്ടാകുന്നത്. പരാജിതൻ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല. പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം സ്വയം തിരിച്ചറിയാനും ഉയർന്നു വരുവാനും നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക. ബന്ധങ്ങൾ എന്നും മുതൽക്കൂട്ടായി സൂക്ഷിക്കുക. മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ബന്ധങ്ങളാണ്. ഓർക്കുക, നിങ്ങളെ ജയിപ്പിക്കുവാനും തോൽപ്പിക്കുവാനും കഴിവുള്ള ഒരാളെ ഈ ലോകത്തുള്ളൂ. അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിനു പകരം ചോദിക്കാതെ കടന്നു പോകില്ല. അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത്. സ്വപ്നങ്ങൾ ആയിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത്. അഹങ്കാരവും അഹംഭാവവും ഉള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും വിജയം എന്നൊന്നില്ല. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് എന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് ജീവിതമെന്ന് തിരിച്ചറിയുക. ഓരോ ദിവസങ്ങളും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണ്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നന്മയുടെയും ലോകമാവട്ടെ ഓരോ ദിവസങ്ങളും. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയമെന്ന് നമ്മൾ കരുതുന്നത് പോലും നമ്മളിലേക്ക് എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം. ധാരാളം പ്രതികൂല ചിന്തകൾ നമുക്ക് ഉണ്ടായേക്കാം. അവയുടെ നമ്മുടെ മനസ്സിൽ വേര് പിടിക്കാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മളെ ആശ്വസിപ്പിച്ചവരെ നമ്മളെന്നും കൂടെ നിർത്തണം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടെന്നാണ്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരമാകണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നു.